മുകേഷ് അടക്കമുള്ള 4 സിനിമാ താരങ്ങൾക്കെതിരെ ഗുരുതര ആരോപണവുമായി നടി മിനു മുനീർ. ഇത് തീർന്നില്ലേ? പെട്ടെന്ന് ഞാൻ അവിടെ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അവൻ കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു. ജയസൂര്യ. ഫ്ലാഷ് ബാക്ക്. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണ്ടെന്നേ. നന്നായിട്ട് സ്നേഹിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ മതി. എനിക്കത് ഭയങ്കര ഷോക്ക് ആയി. പെട്ടെന്ന് തള്ളി മാറ്റിയിട്ട് ഞാൻ ഓടി പോയത്. എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്ക് അറിയാതൊരു അബദ്ധം പറ്റിയ. അപ്പോൾ ഞാൻ ജഗതിചേട്ടൻ വളരെ കംഫർട്ടഡ് ആളായിരുന്നു, വളരെ ഡീസൻ്റ് ആയിരുന്നു, വെരി ജെന്യൂൻ ആൻഡ് എഡ്യൂക്കേറ്റഡ് ഹീസ് പേഴ്സൺ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ക്യാൻ ഷെയർ വിത്ത് ഹിം, പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്കാരനും പുറകെ ഓടി വന്നു, ജയസൂര്യൻ പുറകെ ഓടി വെച്ചു. ഞങ്ങൾ പാപികളാവുന്നു, ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കും, അതിന് എസ് ഓർ നോ എന്ന് മാത്രം റിപ്ലൈ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമാണെങ്കിൽ നമുക്കവിടെ. ഈശോയെ, ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചേട്ടായി, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പം നോ എസ് ഓർ നോ എന്ന് പറയാനല്ല പറഞ്ഞു. അപ്പം നോ എന്ന് പറഞ്ഞ അത്രയും. കാരണം തൊട്ടപ്പുറത്ത് ജഗതിചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരിൽ നിന്നുണ്ട്. അതിനുശേഷം ഞാൻ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള വോട്ട് മുഴുവൻ വാങ്ങിച്ചെടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങളൊക്കെ തലവഴി മുണ്ടുവിട്ട് നടക്കേണ്ടി വരുമല്ലോ നേതാവേ. പക്ഷേ എന്നോട് ചോദിക്കാതെ ആ കെട്ടിപ്പിടിച്ച ആ ഒരു അറ്റാക്ക് എനിക്ക് ഭയങ്കര ഒരു ഷോക്കും വിഷമമായിട്ടുണ്ട്. പുള്ളിക്കാരൻ ചെയ്ത കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോഴാണ് ശരിക്കും ഇനിയിപ്പോ എന്തുകൊണ്ട് ചെയ്യേണ്ട വയ്ക്കില്ല. എനിക്ക് നീതി വേണം യൂറോണ്. ഇത്രയും തോന്നിയ ദിവസം കാണിച്ചിട്ടാ. കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫ്ലാറ്റുണ്ട് വൈറ്റില, അത് വൈറ്റില കാക്കനാട്, അങ്ങനെ ഓർക്കുന്നില്ല. ഫ്ലാറ്റിൽ വരണം, എനിക്ക് താല്പര്യമാണ്, എന്ത് വന്നാണെന്ന് സഹകരിച്ചാൽ. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. നീ വിചാരിക്കുന്ന പോലെ നീ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ്. ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല. എനിക്ക് ഹസ്ബൻഡൊക്കെ ഉള്ളതാണ്. അതിനിപ്പോൾ എന്താ, ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വെളിയിലൊക്കെ അല്ലേ. ജോലിശ്ശേരി ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാൽ ഞങ്ങള് മുകേഷ് ഏട്ടൻ പറയുന്നത്, എന്നെ വിളിച്ചിട്ട് പറയാ, എടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചടേ. എനിക്ക് അമ്മയുടെ എല്ലാം പറയണം, നീ കൈവിട്ടെ. ഞാൻ വിചാരിക്കാതെ ഒന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, നീ ആർക്കും കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നിനക്ക് അമ്മയിൽ കയറണം അല്ലേ? എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക്. കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേയും പുള്ളി വന്ന് റൂമിൽ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ 2 കയ്യിൽ പോക്കറ്റിലൊക്കെ കയറ്റി ഈ CID സ്റ്റൈലിലൊക്കെ കയറി ഇങ്ങനെ വന്ന് ചോദിച്ചു, എന്താ അയ്യാടെ പ്രശ്നം? ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ, എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ അറിയത്തില്ല, വളരെ മോശമായിപ്പോയി. അതിന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഗവനിക്കേണ്ടവരെയൊക്കെ ഗവനിക്കണം, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു. ഈ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാർ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസല്ലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു പ്ലീസ് കഥ പ്ലീസ് നിങ്ങൾ പറഞ്ഞ് എനിക്ക് പോകണമെങ്കിൽ ഇപ്പോൾ പോകണം, എനിക്ക് ഇതുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തു പോകാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരെ ഇങ്ങനെ പിടിച്ചപ്പോട്ട് ഇങ്ങനെ ബെഡിലോട് ഇങ്ങനെ പതൊക്കെ കടത്തി. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്, അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. അല്ല അത് അവര് അപ്പുറത്ത് അവരൊക്കെ ഉണ്ട്. ഈ കോപ്പിന് എന്താണോ ഒരു പോംവഴി. അതേ സിനിമയിൽ തന്നെയാണ് ഇടവേള ബാബുവിൻ്റെ ഒരു ഇതുണ്ടായത്. ഇടവേള ബാബു പറഞ്ഞു എന്നെ വന്ന് പരിചയപ്പെട്ടു, ആദ്യത്തെ സിനിമയല്ലേ, എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ പല നേട്ടങ്ങളുണ്ടാവും തരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാൻ, ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ലാറ്റിൽ ചെന്നു. ഫോം ഫില്ല് ചെയ്തുകൊണ്ടെങ്കിൽ പുള്ളിക്കാരനും എന്നെ കയറി അബ്യൂസായിട്ട് എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടത്തിൽ പുള്ളിക്കാരൻ കിസ് ചെയ്തു. ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഇതൊരു സംഘടിത നീക്കമാണെന്ന് എനിക്ക് സംശയം. അങ്ങോട്ട് കാച്ചിയാലോ? വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചിന്റെ ക്ഷീണവും കിതപ്പൊന്നും ഇതുവരെ വിട്ട് മാറിയിട്ടില്ല.